പ്രിയം നിറഞ്ഞ മുഅ്മിനീങ്ങളെ, ലൈംഗിക ജീവിതം തൃപ്തികരമാകാൻ വിശുദ്ധ ഇസ്ലാം ഒരു തിയറി പ്രസൻറ്റ് ചെയ്യുന്നുണ്ട്. അതിപ്രകാരമാണ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നതായി കാണാം, മനിസ്തത്വഅ മിൻകുമുൽ ബാഅത ഫല്യതസവ്വജ്. പ്രിയം നിറഞ്ഞ മുഅ്മിനീങ്ങളെ, ലൈംഗിക ജീവിതം തൃപ്തികരമാകാൻ വിശുദ്ധമായ ഇസ്ലാം ഒരു തിയറി പ്രസൻറ്റ് ചെയ്യുന്നുണ്ട്. അതിപ്രകാരമാണ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, മനിസ്തത്വഅ മിൻകുമുൽ ബാഅത ഫല്യതസവ്വജ് ഫഇന്നഹു അഗദ്ദു ലിൽബസർ വഅഹ്സനു ലിൽഫർജ്. വൈവാഹിക ജീവിതം ഓരോ മനുഷ്യനും തിരഞ്ഞെടുക്കണമെന്ന് പറഞ്ഞതിനു ശേഷം രണ്ടു നിഷ്ഠകളെ ഇസ്ലാം നിഷ്കർഷിക്കുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രഥമമായി പറയുന്നത് നിങ്ങളുടെ കാഴ്ചകളെ നിയന്ത്രിക്കുമെന്നുള്ളതാണ്. ഇന്ന് ഞാനും നിങ്ങളുമൊക്കെ നോട്ടത്തെ നിയന്ത്രിക്കുന്നുണ്ടോ എന്നുള്ളത് നാം സ്വയം വിലയിരുത്തേണ്ടിയിരിക്കുന്നു. പ്രിമേച്ചർ ഇജാക്കുലേഷനും അതുപോലെ തന്നെ ഇറക്ഷനും ശീഘ്രസ്ഖലനവും ലിംഗോദ്ധാരണക്കുറവും ഇന്നത്തെ സമൂഹം പലരും വലിയ രൂപത്തിൽ നേരിടുന്ന രണ്ട് പ്രതിസന്ധികളാണ്. പുറമെ പറയാൻ വയ്യ, അതേസമയം ലൈംഗിക ജീവിതം തൃപ്തികരമാകുന്നില്ല. ഇതിൻ്റെ എല്ലാം കാരണങ്ങൾ പുതിയ കാല പഠനങ്ങൾ കൃത്യമായി പറയുന്നു. നമുക്കുള്ള എക്സ്പെക്റ്റേഷൻ കൂടുതലാവുകയാണ്. ഈ എക്സ്പെക്റ്റേഷൻ കൂടുതലാകുന്നതിൻ്റെ കാരണങ്ങൾ പഠനങ്ങളിൽ പറയുന്നു. പോൺ വീഡിയോസും മറ്റു സെക്ഷൽ കാര്യങ്ങളിലേക്കുള്ള നമ്മുടെ നോട്ടവും ആകുന്നു എന്നുള്ളതാണ്. ഈ നോട്ടം നമ്മുടെ കണ്ണിനും അതുപോലെ തന്നെ നമ്മുടെ ലൈംഗികാവയവത്തിനും തമ്മിൽ വലിയ കണക്ഷൻ ഉണ്ട്. പൊതുവെ നമ്മളൊക്കെ പറയാറുണ്ട്, ഇങ്ങനെ വായി നോക്കി നിൽക്കുന്ന ഈ സ്ത്രീകളെ അല്ലെങ്കിൽ സ്ത്രീകൾ പുരുഷന്മാരെയൊക്കെ നോക്കുന്നവരെ കുറിച്ചൊക്കെ നമ്മൾ പറയും ഞരമ്പ് രോഗികളെന്ന്. അത് യഥാർത്ഥത്തിൽ കറക്റ്റാണെന്ന് പുതിയ പഠനം പറയുന്നുണ്ട്. നോട്ടത്തെ നിയന്ത്രിച്ചുകൊണ്ട് നാം ഒന്ന് ജീവിച്ചു നോക്കൂ. നമുക്ക് നഷ്ടപ്പെട്ടതെല്ലാം തിരികെ എടുക്കാൻ നമുക്ക് സാധിക്കുമെന്ന് വിശുദ്ധമായ ഇസ്ലാം നമ്മോട് പറയുന്നു. വൈവാഹിക ജീവിതം, കുടുംബ ജീവിതമെല്ലാം നമ്മുടെ നോട്ടത്തെ നിയന്ത്രിക്കാനുള്ളതാണ്. അത് വേണ്ടതില്ല എന്ന് പറയുന്നവരോട് സമരസപ്പെടാതെ അതിനെതിരെ ഒരു യുദ്ധം പ്രഖ്യാപിച്ച് നല്ല രൂപത്തിൽ കുടുംബവുമായി മുന്നോട്ട് പോവുക. പ്രത്യേകിച്ച് വീണ്ടും ഓർമ്മപ്പെടുത്തുന്നു, നോട്ടത്തെ നിയന്ത്രിക്കൂ, ലൈംഗിക ജീവിതം തൃപ്തികരമാക്കൂ. നാഥൻ തൗഫീഖ് നൽകുമാറാകട്ടെ. മഅസ്സലാം.